നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. ഓരോ ലൈനായിട്ട് പഠിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി. രഹസ്യരേഖകൾ AI വഴി പരിശോധിച്ചു, ഗുരുതര വീഴ്ച, മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. പ്രവർത്തന ലാഭം 33.34 കോടി. കൊച്ചി മെട്രോയെ നഷ്ടത്തിലാക്കുന്ന സതീശൻ സർക്കാരിന്റെ കള്ളക്കണക്ക്. ഒരു മുന്നറിയിപ്പുമില്ലാതെ പറയുകയാണ്, ഇനി ജോലിയില്ലെന്ന്. ഞങ്ങൾ സർക്കാർ പിരിച്ചുവിട്ടതെന്തിനെ? മമതയുടെ യോഗത്തിനെത്തിയത് 8 MLA-മാർ മാത്രം, 6 MP-മാരും 21 MP-മാർ വിമതപക്ഷത്തേക്ക്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ യുവാവിന്റെ മരണം, അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. നിയമപരമായ തടസ്സമില്ല. അളിയൻ നിയമനത്തിൽ ന്യായീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. മമതയുടെ യോഗത്തിനെത്തിയത് 8 MLA-മാർ മാത്രം, 6 MP-മാരും 23 MP-മാർ വിമതപക്ഷത്തേക്ക്. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി പാർലമെന്റിലേക്കും വ്യാപിക്കുന്നു. 23 തൃണമൂൽ MP-മാർ വിമതരുമായി ബന്ധപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മമതാ ബാനർജി ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് 8 MLA-മാരും 6 MP-മാരും മാത്രമാണ് എത്തിച്ചേർന്നതെന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നു. 6 MP-മാരിൽ രാജ്യസഭ, ലോകസഭാംഗങ്ങളും ഉൾപ്പെടും. ലോകസഭയിൽ മാത്രം തൃണമൂലിന് 29 MP-മാരുണ്ട്. ഇതിൽ 3 പേര് മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇതിലൊരാൾ അനന്തരവനായ അഭിഷേക് ബാനർജിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു ചേർത്ത MLA-മാരുടെ യോഗത്തിൽ 60 പേരോളം പങ്കെടുത്തിരുന്നില്ല. 80 തൃണമൂൽ MLA-മാരിൽ 20 പേർ മാത്രമാണ് അന്ന് പങ്കെടുത്തത്. ഇത്തവണ 8 പേരേ ഉള്ളൂ എന്നതാണ് ശ്രദ്ധേയം. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും മമത അനന്തരവനുമായ അഭിഷേക് ബാനർജിയോടാണ് പ്രധാനമായും വിമത നീക്കം നടത്തുന്നവർക്ക് എതിർപ്പുള്ളത്. MLA-മാർക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് MP-മാർക്കിടയിലും നിലവിൽ അതൃപ്തി പടർന്നു പിടിക്കുന്നുണ്ട്. നേതൃതലങ്ങളിലും വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥത പാർലമെന്റിൽ ഒരു പ്രത്യേക വിഭാഗമായി നിൽക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടതാണ് വിവരം. നിലവിൽ ലോകസഭയിൽ 29 MP-മാരാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതേസമയം ഒരു പാർട്ടിയായി അംഗീകാരം ലഭിക്കുന്നതിന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കുറഞ്ഞത് 22 MP-മാരെങ്കിലും ആവശ്യമാണ്. രാജ്യസഭയിൽ പാർട്ടിക്ക് 13 അംഗങ്ങളുണ്ട്. അവിടെ പുതിയ ഗ്രൂപ്പായി എത്താൻ 9 MP-മാരുടെ പിന്തുണ വേണം. നിയമസഭയിൽ പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത വിമത MLA-മാർ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ മമതാ ബാനർജി പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശം ചെയ്തിരുന്നു. തങ്ങളുടെ അവകാശവാദം സ്പീക്കർ രതീന്ദ്ര ബോസ് അംഗീകരിച്ചെന്നും ഋതബ്രത ബാനർജി അവകാശപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് അഭിമാന പൊതുഗതാഗത സംവിധാനത്തെ കൊച്ചി മെട്രോ റെയിലിനെ തകർക്കാനും തരംതാഴ്ത്താനും UDF സർക്കാർ നടത്തുന്ന ആസൂത്രണ നീക്കമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. കൊച്ചി മെട്രോ പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണെന്ന് കാണിച്ച് സർക്കാർ നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം പൂർണ്ണമായും വ്യാജവും ജനങ്ങളെ പറ്റിക്കുന്നതുമാണെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. മെട്രോ നഷ്ടത്തിലാണെന്ന് വരുത്തിയിട്ട് പൊതുജനങ്ങളുടെ ഈ വലിയ സ്വത്ത് പതിയെ സ്വകാര്യ മേഖലയ്ക്ക് ദാനം ചെയ്യാനുള്ള വൻ ഗൂഢാലോചനയാണ് ഈ ധവളപത്രത്തിന് പിന്നിലെന്ന് സംശയിച്ചാലും തെറ്റു പറയാനാകില്ല. എന്നാൽ സർക്കാരിന്റെ ഇത്തരം കള്ളക്കണക്കുകളെ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്നതാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ. ഈ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ചാൽ കൊച്ചി മെട്രോ കുതിപ്പിലാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും. യഥാർത്ഥ കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 33.34 കോടി രൂപയുടെ മികച്ച പ്രവർത്തന ലാഭമാണ് കൊച്ചി മെട്രോ കൈവരിച്ചിരിക്കുന്നത്. തൊട്ടുമുൻപത്തെ ലാഭത്തെക്കാൾ 10.4 കോടി രൂപയുടെ വലിയ വർധനവാണ് ഇതിലൂടെ മെട്രോ രേഖപ്പെടുത്തിയത്. എന്നാൽ മെട്രോയുടെ വളർച്ച വ്യക്തമാക്കുന്ന ഈ ലാഭക്കണക്കിന് വിശദാംശങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുകയാണ് സർക്കാർ ധവളപത്രത്തിൽ ചെയ്തിരിക്കുന്നത്. മെട്രോ സർവീസ് ആരംഭിച്ച 2017-18 കാലയളവിൽ 24.19 കോടി രൂപയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തന നഷ്ടം. തൊട്ടടുത്ത വർഷം 2018-19 ഈ പ്രവർത്തന നഷ്ടം 5.70 കോടിയെ കുറഞ്ഞു. എന്നാൽ തുടർന്ന് വന്ന 2019-20 നഷ്ടം 13.92 കോടിയായും കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ 2020-21 56.56 കോടിയായും ഉയർന്നു.
കോവിഡിന് ശേഷം രാജ്യം സാധാരണ നിലയിലായ 2021-22 പ്രവർത്തന നഷ്ടം 34.94 കോടിയായി വീണ്ടും കുറഞ്ഞു. തുടർന്ന് വന്ന വർഷങ്ങളിൽ വൻ കുതിപ്പാണ് മെട്രോ നടത്തിയത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 2022-23 സാമ്പത്തിക വർഷത്തിൽ ചരിത്രത്തിലാദ്യമായി 5.35 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടി മെട്രോ പുതിയ ചരിത്രം എഴുതി. തൊട്ടടുത്ത 2023-24 പ്രവർത്തന ലാഭം 22.94 കോടി രൂപയായി കുതിച്ചുയർന്നു. ഒടുവിൽ 2024-25 കാലയളവിൽ അത് 33.34 കോടി രൂപ എന്ന റെക്കോർഡ് ലാഭത്തിൽ എത്തിനിൽക്കുകയാണ്. വരുമാനത്തിന് വിശദമായ കണക്കുകൾ പരിശോധിച്ചാൽ 2024-25 കാലയളവിൽ കൊച്ചി മെട്രോ 182.37 കോടി രൂപയുടെ ആകെ പ്രവർത്തന വരുമാനമാണ് നേടിയത്. ഇതിൽ ടിക്കറ്റ് വിൽപ്പനയുടെ മാത്രം 111.88 കോടി രൂപ ലഭിച്ചു. പരസ്യങ്ങൾ, സ്റ്റേഷൻ മുറികളുടെ വാടക തുടങ്ങിയ ടിക്കറ്റ് ഇതര മാർഗങ്ങളുടെ 55.41 കോടി രൂപയും മെട്രോ സ്വന്തമാക്കി. ഇതിനു പുറമെ വിവിധ കൺസൾട്ടൻസി പ്രവർത്തനങ്ങളിൽ നിന്ന് 1.56 കോടി രൂപയും മറ്റ് ഇതര മാർഗങ്ങളിൽ നിന്ന് 13.52 കോടി രൂപയും മെട്രോയുടെ അക്കൗണ്ടിലെത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മെട്രോയുടെ ആകെ പ്രവർത്തന ചെലവ് 149.3 കോടി രൂപ മാത്രമാണ്. അതായത് ചെലവിനേക്കാൾ വളരെ കൂടുതൽ വരുമാനം നേടുന്ന ഒരു സ്ഥാപനത്തെയാണ് UDF സർക്കാർ തങ്ങളുടെ ധവളപത്രത്തിലൂടെ നഷ്ടക്കണക്ക് പറഞ്ഞ് ജനമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊതുഗതാഗതം എന്നത് കേവലം ലാഭം മാത്രം കൊയ്യാനുള്ള ഒരു ബിസിനസ് സംരംഭമല്ല, മറിച്ച് ജനങ്ങൾക്കുള്ള വലിയൊരു സാമൂഹ്യ നിക്ഷേപമാണ്. കൊച്ചി മെട്രോ വന്നതോടെ നഗരത്തിലെ യാത്രാക്ലേശത്തിന് ശാശ്വതമായ വലിയ പരിഹാരമാണ് ഉണ്ടായത്. യാത്രക്കാർക്ക് വലിയ തോതിൽ സമയലാഭം ഉണ്ടാകാനും ഇന്ധന ചെലവ് കുറയ്ക്കുകയും ചെയ്തു. അന്തരീക്ഷ മലിനീകരണവും നഗരത്തിലെ റോഡ് ഗതാഗതക്കുരുക്കും വൻതോതിൽ കുറയ്ക്കാൻ മെട്രോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ എയർ കണ്ടീഷൻ യാത്ര സാധ്യമാക്കുന്ന മെട്രോയുടെ ഇത്തരം സാമൂഹിക നേട്ടങ്ങളെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ടാണ് UDF ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മെട്രോയെ തളർത്താൻ ശ്രമിക്കുന്നത്. കള്ളക്കണക്കുകൾ നിരത്തി പൊതുസ്വത്ത് സ്വകാര്യവൽക്കരിക്കാനും കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. മറ്റു പല രാജ്യങ്ങളിലും മെട്രോ സർവീസുകൾ സ്വകാര്യവൽക്കരിക്കും, തുടർന്ന് അത് നഷ്ടത്തിലേക്ക് പോയപ്പോൾ സർക്കാർ തിരിച്ചുപിടിച്ച് വൻ ലാഭത്തിൽ ആക്കുകയും ചെയ്ത അനുഭവം നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് സതീശൻ സർക്കാർ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയെ നഷ്ടമെന്ന് ചാപ്പകുത്തി മുതലാളിമാർക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ പറയുകയാണ് ഇനി ജോലിയില്ലെന്ന്. ഞങ്ങളെ സർക്കാർ പിരിച്ചുവിട്ടതെന്തിന്? ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന പിന്തുണ നൽകുന്നതിനുമായി LDF സർക്കാർ നിയമിച്ച മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധം. വയനാട് ജില്ല ഗോത്രബന്ധു അധ്യാപകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മെന്റർ അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നും സർക്കാർ തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് സർക്കാർ പിരിച്ചുവിട്ടതെന്ന് മെന്റർ അധ്യാപകർ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ അവരുടെ വീടുകളിൽ ചെന്ന് സ്കൂളുകളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുന്നത് മെന്റർമാരാണ്. വേതനം ലഭിക്കാത്ത ശനി ഞായർ ദിവസങ്ങളിലും ഏപ്രിൽ മെയ് മാസങ്ങളിലും സേവനം ചെയ്തു വരുന്നു. കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എത്താത്ത അവസ്ഥയിൽ നല്ല നിലയിൽ കുറച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെന്നും ഇത്തവണത്തെ SSLC ഫലത്തിൽ പോലും ഈ പരിശ്രമം വിജയമായി കാണാമെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി തസ്തിക കൃത്യമായി പുതുക്കിയിരുന്നു. ഈ വർഷം ജൂണിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഈ ജോലിയിലെന്ന് പറയുന്നത്. എന്തിനാണ് ഞങ്ങളെ പിരിച്ചുവിട്ടതെന്ന് സർക്കാർ മറുപടി നൽകണമെന്നും മെന്റർ അധ്യാപകർ പറഞ്ഞു. LDF സർക്കാരിന്റെ ഏറ്റവും മനുഷ്യത്വപരമായ ഇടപെടലായിരുന്നു ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള മെന്റർ അധ്യാപിക നിയമനം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറച്ചു. ഉന്നതകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിച്ചു. വരാത്ത വിദ്യാർത്ഥികളെ തേടി അധ്യാപകർ കോളനികളിലെത്തി. പഠനഭയം മാറ്റി മിടുക്കരാക്കി. കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണയ്ക്കൊപ്പം ആദിവാസി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകി കുടുംബങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ഉയർത്തി. 2017 അധ്യയന വർഷം 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഗോത്രബന്ധു പദ്ധതി പ്രകാരം മെന്റർ അധ്യാപകരെ നിയമിച്ചത്. പട്ടികവർഗ വകുപ്പ് കീഴിൽ പ്രത്യേക പദ്ധതി തയ്യാറാക്കി 750 രൂപ ദിവസവേതനമായിരുന്നു നിയമനം. 2ാം പിണറായി സർക്കാർ ഇത് പ്രതിമാസം 21,900 രൂപയാക്കി. ശനി ഞായർ ഉൾപ്പെടെയുള്ള അവധി ദിനങ്ങളിൽ കൂടി വേതനം നൽകി. 9 വർഷമായി ഒരു തടസ്സമില്ലാതെ ഇവർ ജോലി ചെയ്തു. മാർച്ചിൽ ജോലി കഴിഞ്ഞാൽ ജൂൺ 1 വെച്ച് നിയമനം ഉത്തരവ് വീണ്ടും നൽകുകയാണ് ചെയ്തിരുന്നത്. ഇത്തവണ സ്കൂളിൽ എത്തിയപ്പോഴാണ് പിരിച്ചുവിട്ടത് അറിയുന്നത്. ഒഴിവുകൾ നികത്താനായി കഴിഞ്ഞ വർഷവും അപേക്ഷ ക്ഷണിച്ച് അഭിമുഖം നടത്തി തയ്യാറാക്കിയ റാങ്ക് പട്ടികയും നിലവിലുണ്ട്. പട്ടികവർഗ വിദ്യാഭ്യാസ വകുപ്പുകൾ യോജിച്ചായിരുന്നു ഇവരുടെ വിന്യാസം നിയന്ത്രണവും.
സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലായിരുന്നു നിയമനം. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ യുവാവിന്റെ മരണം അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. നെന്മണിക്കര പുല്ലക്കാട്ടുകര പടിഞ്ഞാറേപ്പുരക്കൽ ബാബുവിന്റെ മകൻ ദേശ് ബാബു 33 കൊല്ലപ്പെട്ടത്. ജയിൽ വകുപ്പ് മേധാവിയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറും വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തൃശൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സാധാരണ ജയിലിലേക്ക് അയച്ചതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന ആരോപണമുയരുന്നു. മെയ് 17 രേഷ് ബാബുവിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയവെ 26 രക്തം ഛർദ്ദിച്ച നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബുധൻ രാത്രിയോടെ മരിച്ചു. ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന രേഷ് ബാബു വീട് വിട്ട് നഗരത്തിലെത്തിയതാണ്. പിടിച്ചുപറി കേസിലാണ് പ്രതി ചേർത്തത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളെയാണെന്ന സർട്ടിഫിക്കറ്റ് അച്ഛൻ പോലീസിൽ ഹാജരാക്കിയിട്ടും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയില്ല. മറ്റു പ്രതികൾക്കൊപ്പം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ 1 ഹാജരാക്കി. മാനസിക വെല്ലുവിളി നേരിടുന്ന വിവരം കോടതിയിൽ മറച്ചുവെച്ചു. തുടർന്ന് വിയൂർ ജയിലിൽ റിമാൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതായി 26 ജയിൽ അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. ചുണ്ട് വീങ്ങി ശാരീരിക മാനസിക പരിക്കേറ്റ നിലയിലായിരുന്നു. വായിലും മൂക്കിലും ട്യൂബ് ഇട്ടിരുന്നു. ജയിലിൽ വെച്ച് കക്കൂസിൽ പോയി തിരിച്ചു വരുന്നപ്പോൾ ചന്ദനത്തിരിയുടെ കമ്പ് പല്ലിൽ കുത്തിയപ്പോൾ ചോര വാർന്നതിനാൽ ആശുപത്രിയിൽ എത്തിച്ചതാണ് പോലീസിന്റെ വിശദീകരണം. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുതുകിലും പിൻഭാഗത്തും ചതവുള്ളതായും റിപ്പോർട്ടിലുണ്ട്. കാനങ്ങാട് സ്കൂളിനോട് ചേർന്നുള്ള കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കാനങ്ങാട് സ്കൂളിനോട് ചേർന്നുള്ള പള്ളിയുടെ കൂറ്റൻ മതിൽ കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. കാനങ്ങാട് പുതിയകോട്ടയിലെ CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ പിറകുവശത്തുള്ള മതിലാണ് താഴേക്ക് ഇടിഞ്ഞു വീണത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് സംഭവം. ഹോസ്തൂർ UBSC ALP സ്കൂൾ മതിലിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച പള്ളിയുടെ മതിലാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം താഴെ റോഡിലൂടെ ഓട്ടോറിക്ഷ പോകുന്നുണ്ടായിരുന്നു. ഓട്ടോ കടന്നുപോയി നിമിഷങ്ങൾക്കകമാണ് മതിൽ ഇടിഞ്ഞത്. താഴെ റോഡിന് സമീപം വീടുകളും കോട്ടേഴ്സുകളും അടക്കമുള്ള കെട്ടിടങ്ങളുണ്ട്. മതിലിന് അഭിമുഖമായുള്ള കെട്ടിടങ്ങളുടെ മുറ്റത്തേക്ക് വരെയും മണ്ണും ഉരുളൻ കല്ലുകളും ഫില്ലറുകളും പതിച്ചു. റോഡിന്റെ ഒരു ഭാഗം മണ്ണ് മൂടിയ നിലയിലാണ്. UBMC സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. സ്കൂൾ വിട്ട സമയത്തായിരുന്നു മതിൽ ഇടിഞ്ഞതെങ്കിൽ വൻ ദുരിതം തന്നെ സംഭവിക്കുമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റിയുള്ള വാഹനങ്ങളടക്കം പോകുന്ന റോഡാണ് മതിലിന് പിറകിലുള്ളത്. കാനങ്ങാട് നഗരസഭ ചെയർമാൻ VV രമേശൻ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. നിയമപരമായി തടസ്സമില്ല. അളിയൻ നിയമനത്തിൽ ന്യായീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ ന്യായീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. മാതൃകാ പൊതുപ്രവർത്തകനാണ് ബെന്നി തോമസ് എന്നും PS ആക്കിയതിൽ നിയമപരമായി തടസ്സമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ബ്രദർ ഇൻ ലോ എന്നതല്ല മാനദണ്ഡം. അദ്ദേഹം നല്ല പൊതുപ്രവർത്തകനാണ്. തെരഞ്ഞെടുപ്പിൽ തന്റെ ചീഫ് ഏജന്റ് ആയിരുന്നു. തന്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞത്. ഉളിക്കൽ സ്വദേശി ബെന്നി തോമസിനെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയുള്ള ഉത്തരവ് തിങ്കളാഴ്ച വൈകിട്ട് പുറത്തിറങ്ങിയത്. 13 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരാണുള്ളത്. KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അളിയനെ കൂടിയിരുത്തിയത് വിവാദമായിരുന്നു. ക്ലാസ് മുറികളിൽ യുറീക്ക വിതരണവും പരിസര ദിനാചരണവും. ചിറക്കൽക്കുളം മദ്രസ മാദിനിയ LP സ്കൂളിലെ ക്ലാസ് മുറികളിൽ യുറീക്ക മാസിക വിതരണവും പരിസര ദിനാചരണവും കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ശാസ്ത്ര ക്ലബിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനവും നടന്നു. APJ അബ്ദുൽ കലാം ലൈബ്രറി നേതൃത്വത്തിലാണ് മാസിക വിതരണം. സ്കൂളിലെ 8 ക്ലാസ് മുറികളിലേക്കുള്ള മാസിക വിദ്യാർത്ഥികളായ ആത്തിഫ് ഇബ്രാഹിം, ഹൻഫ ഷഹീൻ, സിയ മറിയം, സമുഹമ്മദ് സിദാൻ, ജുറേജ്, മുഹമ്മദ് ഹബീബ്, ഫാത്തിമത്തുൽ സഫിയ, K ഇസ്മായിൽ എന്നിവർ ഏറ്റുവാങ്ങി. APJ ലൈബ്രറി സെക്രട്ടറി PK ബൈജു പരിസര ദിന ക്ലാസ് എടുത്തു. കൗൺസിലർ സിറാജുദ്ദീൻ മാങ്ങാടൻ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് PK മൊയ്തു, മാനേജ്മെന്റ് പ്രതിനിധി K അഹസാബ് എന്നിവർ സംസാരിച്ചു.
പ്രധാന അധ്യാപിക KB സജിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി P സമീറ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരിസര ദിന ഗാനാലാപനം, വൃക്ഷത്തൈ നടൽ എന്നിവയും ഉണ്ടായി. ഡിവൈഎഫ്ഐ സമ്മേളനം ജൂൺ 30, ജൂലൈ 1 തീയതികളിൽ തലശ്ശേരിയിൽ നടക്കും. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ നിർവഹിച്ചു. ലോഗോ ഉദയഗ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. സനീഷ്, ബ്ലോക്ക് സെക്രട്ടറി PV സച്ചിൻ, പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ, K. മർഫാൻ, അർജുൻ, SK ശരത് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലോഗോ ഡിസൈനർ ചെയ്തത് ഷാരോൺ കതിരൂറാണ്. വികസനം തടഞ്ഞാൽ ചെറുക്കും ഡിവൈഎഫ്ഐ. നഗരത്തിലെ വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണം തടയാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കം ദുരൂഹമാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ്. ഏതാണ്ട് 40% പൂർത്തിയായ പദ്ധതി എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് MLA അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. കേവലം രാഷ്ട്രീയ കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നാടിനെ പിന്നോട്ടടിപ്പിക്കരുത്. നഗരത്തിന്റെ ഭാവി വികസനം കൂടി ലക്ഷ്യം കണ്ടു നടത്തുന്ന മേൽപ്പാലം പദ്ധതി തകർക്കാൻ നോക്കിയാൽ ഡിവൈഎഫ്ഐ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ശക്തമായി ചെറുക്കുമെന്നും സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കുടിവെള്ളം ഇല്ലാതാക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് പൈപ്പ് സ്ഥാപിക്കാൻ കോർപ്പറേഷൻ പരിധിയിൽ അനുമതി നൽകാത്തതാണ് വിഷയം. ഈ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബി മുഖേന അനുവദിച്ച 62 കോടി രൂപ ഉപയോഗിച്ചാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ, സ്പെഷ്യാലിറ്റി OP വിഭാഗം, ICU, പേ വാർഡുകൾ, മെയിൽ ഫീമെയിൽ വാർഡുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വെള്ളവും എത്തിക്കാൻ പ്രത്യേക പൈപ്പ് ലൈൻ വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് 2,31,00,000 രൂപ അനുവദിക്കുകയും വാട്ടർ അതോറിറ്റിക്ക് ഫണ്ട് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുവരുന്നത് ചൊവ്വയിലെ വാട്ടർ ടാങ്കിൽ നിന്നും പൈപ്പ് ലൈൻ വഴിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള ഈ പൈപ്പ് ലൈൻ വഴി പുതിയ ആവശ്യങ്ങൾക്ക് വെള്ളം തികയില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള സംഗീത ടാക്കീസ് ടാങ്കിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. 2025 ജൂണിലാണ് വാട്ടർ അതോറിറ്റി പോർട്ടൽ വഴി ഓൺലൈനായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കട്ട് ചെയ്യുന്നതിന് അനുമതി ചോദിച്ചത്. പലതവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ സമീപിച്ചുവെങ്കിലും തീരുമാനമൊന്നും എടുത്തില്ല. 2025 ഡിസംബറിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകിയത്. ജില്ലാ ആശുപത്രി അധികാരികളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോർപ്പറേഷൻ സെക്രട്ടറിയോടും നേരിട്ടും ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. കോർപ്പറേഷൻ സെക്രട്ടറി നൽകേണ്ട ഒരു അനുമതി മേയറുടെ നിർബന്ധപ്രകാരം നൽകിയതായി എന്നും 2026 ഫെബ്രുവരി മാസത്തിൽ ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം റെഡ് കട്ട് ചെയ്യാൻ അനുമതി നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ തീരുമാനം ജില്ലാ ആശുപത്രിയോടും ജില്ലാ ആശുപത്രി ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളോടുമുള്ള കോർപ്പറേഷൻ അധികാരികളുടെ വെല്ലുവിളിയാണ്. ഒരു കാർ പാർക്കിംഗ് സെന്റർ പോലും ഫലപ്രദമായി നടത്താൻ സാധിക്കാത്ത മേയറാണ് ഇനി ജില്ലാ ആശുപത്രി വൃത്തിയായി നടത്താമെന്ന് അവകാശപ്പെടുന്നത്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനും കുടിവെള്ളവും അത് കോർപ്പറേഷന്റെ സ്വകാര്യ സ്വത്താണെന്ന് അവകാശപ്പെടുന്നത് അല്പത്തരമാണ്. രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന്റെ ധിക്കാര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു.